ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന കാര്യം എത്ര കണ്ട് സീരിയസ് ആയിട്ട് എടുക്കുമെന്നോ അല്ലെങ്കിൽ എത്ര കണ്ട് സീരിയസ് ആയിട്ട് മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറയാൻ പോകുന്നൊരു സത്യം വളരെ വളരെ വലിയൊരു അപകട മുന്നറിയിപ്പാണ്. വേറൊന്നുമല്ല, നമുക്കറിയാലോ നമ്മുടെ കേരളത്തിലൊക്കെ പ്ലാസ്റ്റിക് ഒരു ഇതെല്ലാം നിരോധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത്തരം പ്ലാസ്റ്റിക് ഗ്ലാസ് ഒന്നും ഞാനിപ്പോൾ അടുത്ത കാലത്തൊന്നും കണ്ടായിട്ട് ഓർമ്മയില്ല. പക്ഷേ ഗൾഫ് രാജ്യങ്ങളിൽ പല സ്ഥലത്തും ഇതുപോലെയുള്ള കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ഗ്ലാസ്സുകളും പ്ലാസ്റ്റിക് പാത്രങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചോറ് കഴിച്ചതിന് ശേഷം എനിക്ക് കൊണ്ടുതന്ന ഒരു ഗ്ലാസ് പായസമാണ് നിങ്ങളീ കാണുന്നത്. മലയാളി റെസ്റ്റോറൻ്റാണ്. നല്ല നാടൻ ചോറ്, കുത്തരി ചോറും കറിയൊക്കെ നല്ല സൂപ്പറാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി കഴിക്കാറുള്ളതാണ്. അങ്ങനെ ഊണ് കഴിഞ്ഞപ്പം ഒരു ഗ്ലാസ് നല്ല പായസം കൊണ്ടു തന്നു. അത് കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞ വിഷമമായി. ആ തിളച്ച പായസത്തിൻ്റെ ചൂട് കൊണ്ട് ഈ ഗ്ലാസ് ഉരുകിയിട്ട് അതിൻ്റെ പുറത്തൂടെയുള്ള ആ ഡിസൈനൊക്കെ ചുരുങ്ങിയിട്ട് ലെവലായിപ്പോയി. ഇങ്ങനെ വരുമ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ രാസപ്രവർത്തനം നടക്കുന്നുണ്ടാവില്ലേ, ഈ പായസത്തിലേക്ക് അത് മിക്സ് ആവുന്നുണ്ടാവില്ലേ. മുമ്പ് ഞാൻ മെസ്സിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാർസൽ ചോറും കറികളും തന്നു വിട്ടുകൊണ്ടിരുന്നത് ഇങ്ങനെയായിരുന്നു. അന്നൊന്നും ഇതിൻ്റെ ഭവിഷ്യത്ത് നമുക്ക് അറിയില്ലായിരുന്നു. പിന്നീട് 1-2 വീഡിയോസൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ അപകടം മനസ്സിലായി. ഇന്നിപ്പോൾ നേരിട്ട് ഇത് ബോധ്യപ്പെട്ടുകൊണ്ട് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കൊടുക്കുന്നവരും വാങ്ങിക്കുന്നവരും ഇത് അവഗണിക്കുക. പരമാവധി മെസ്സിൽ നിന്നൊക്കെ ഫുഡ് വാങ്ങിച്ചിട്ട് പോകുമ്പോൾ നിങ്ങളൊരു പാത്രം വാങ്ങിച്ച് അതിനകത്ത് പാർസൽ വാങ്ങിച്ചുകൊണ്ട് പോകും. പാത്രം കഴുകാനും അത് തിരിച്ചു കൊണ്ടുവരാനുള്ളൊക്കെ മടി കൊണ്ടായിരിക്കുമല്ലോ പലരും ഇത് ചെയ്യുന്നത്. പക്ഷേ ഇത് കഴിക്കുന്ന കൂടെ നിങ്ങൾ മനസ്സിലാക്കിയുള്ള നിങ്ങളുടെ ആരോഗ്യമാണ് നശിക്കുന്നത്. ഇതൊക്കെ നിയമങ്ങൾ കൊണ്ട് തടയാനുള്ള സംവിധാനങ്ങൾ ഉടനെ ഉണ്ടാവും നമുക്ക് വിചാരിക്കാം. ഇത് ഗൾഫിൽ മാത്രമല്ല, കഴിഞ്ഞ ഇടയ്ക്ക് ബാംഗ്ലൂർ പോയപ്പം രാവിലെ തന്നെ ഞാനും മക്കളും ചായ കുടിക്കാറിയപ്പോൾ വൈഫ് വന്നില്ല. അപ്പോൾ അവൾക്കുള്ള ഒരു പാർസൽ കോഫി വാങ്ങിച്ചപ്പോൾ അവിടെ നിന്ന് കിട്ടിയത് ഇതുപോലൊരു പ്ലാസ്റ്റിക്, പക്ഷേ അത് പിന്നെ അലൂമിനിയത്തിൻ്റെ എന്തൊരു കളറുണ്ട്, അതും പ്ലാസ്റ്റിക് തന്നെയാണല്ലോ. അതിലാണ് അവർ പാർസൽ തന്നു വിട്ടത്. ഞാനത് അങ്ങനെ തന്നെ വേസ്റ്റിൽ കൊണ്ട് കളഞ്ഞിട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഭവിഷ്യത്ത് ദയവായിട്ട് മനസ്സിലാക്കുക. ഗൾഫിലൊക്കെ ഉള്ള എൻ്റെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾ ഇങ്ങനെ പാർസൽ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും നിർത്തുക. ഒരു പാത്രം വാങ്ങിക്കുക, എന്നിട്ട് അത് പാർസൽ മേടിക്കുക. ഞാൻ പറഞ്ഞതിൻ്റെ നല്ല അർത്ഥങ്ങൾ മനസ്സിലായെങ്കിൽ ദയവായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നാളെ തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ ഒരു രോഗിയായിട്ട് തിരിച്ചു പോകാതിരിക്കാൻ ഇതൊരു കാരണമാവുമെങ്കിൽ നല്ലതല്ലേ. നന്ദി.